നമ്മൾ ഇന്ന് സൊല്യൂഷൻ എന്ന ചാപ്റ്റർ ഒരു വീഡിയോ എടുക്കുകയാണ്. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അത് എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും നിങ്ങളത് ശ്രദ്ധിക്കുക, പഠിക്കുക. ഇതിനിടയ്ക്ക് ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ഞാൻ നോട്ട് എടുത്ത് തരുന്നതാണ്. അതുകൂടെ നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ. ചാപ്റ്ററിൻ്റെ പേര് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കോമ്പണൻസ്. അതായത് രണ്ടോ അതിൽ കൂടുതലോ കോമ്പണൻസിൻ്റെ ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ദർ ആർ 2 types ഓഫ് മിക്സേഴ്സ്. 2 ടൈപ്പ് മിക്സറുകളാണുള്ളത്. ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചറും അടുത്തത് ഏതാണ്? ഹെട്രോജീനിയസ് മിക്സ്ചറുമാണ്. അതിൽ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെക്യുലാരിറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ് അതിൻ്റെ പെക്യുലാരിറ്റി? ഇറ്റ്സ് കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് റിമെയിൻസ് സെയിം ത്രൂ ഔട്ട് ദ മിക്സ്ചർ. അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസും കോമ്പോസിഷനും ത്രൂ ഔട്ട് ദ മിക്സ്ചർ സെയിം ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സൊല്യൂഷൻ ഈസ് എ അതായത് സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കോമ്പണൻസ്. ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ കോമ്പണൻസിന്റെ ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുമ്പം its composition and properties remains same throughout. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും കോമ്പോസിഷനും ത്രൂ ഔട്ട് സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ മിക്സർ ആരാവത്തുള്ളൂ? ഹോമോജീനിയസ് മിക്സർ ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ടാണ്. ഓക്കെ. ഇനി അപ്പം നമ്മൾ പറഞ്ഞല്ലോ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് രണ്ടോ അതിൽ കൂടുതലോ കോമ്പണൻസ് വേണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് depending upon the number of components. അപ്പോൾ കോമ്പോണൻസിൻ്റെ നമ്പറിനനുസരിച്ച് സൊല്യൂഷൻ ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. സൊല്യൂഷനെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ദേ ആർ binary solution and ternary solution. അപ്പോൾ എന്താ ബൈനറി സൊല്യൂഷൻ നോക്കാം. ബൈനറി സൊല്യൂഷൻ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി 2 കോമ്പോണൻസ്. അപ്പോൾ ബൈനറി സൊല്യൂഷനിലാകെ എത്ര കോമ്പോണൻസേ ഉണ്ടാകത്തുള്ളൂ? 2 കോമ്പോണൻസേ ഉണ്ടാകത്തുള്ളൂ. അതിന് പകരം ടെർണറി സൊല്യൂഷൻ എന്ന് പറയുമ്പം ദാറ്റ് കണ്ടെയ്ൻസ് 3 കോമ്പോണൻസ്. അപ്പോൾ ടെർണറി സൊല്യൂഷനിന് 3 കോമ്പോണൻസ് ഉണ്ടാവും. അതിന് പകരം ബൈനറി സൊല്യൂഷൻ എത്ര കോമ്പോണൻസേ ഉള്ളൂ? 2 കോമ്പോണൻസേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആരെക്കുറിച്ചാണ്? ബൈനറി സൊല്യൂഷനെ കുറിച്ചാണ്. അതായത് സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി 2 കോമ്പണൻസ്. 2 കോമ്പണൻസ് മാത്രമേ ഉള്ളൂ സൊല്യൂഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അത് നോക്കാം. അപ്പോൾ നോക്കാം.
നോക്കാം. ബൈനറി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി 2 കോമ്പണൻസ്, 2 കോമ്പണൻസേ ഉള്ളൂ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പം ആ സൊല്യൂഷൻ ഡിസോൾവ് ചെയ്യാനുള്ള ഒരു മീഡിയം ഉണ്ടാവണം. മാത്രമല്ല ആ മീഡിയത്തിൽ ഡിസോൾവ് ചെയ്യാനായിട്ട് സബ്സ്റ്റൻസും ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഈ 2 കോമ്പോണൻസ് നോർമലായിട്ട് തന്നെ ഒരു കോമ്പോണന്റ് എന്ന് പറയുന്നത് that will act as a solvent and the other will act as a solute. ഈ 2 കോമ്പോണൻസിൽ ഒരെണ്ണം സോൾവെന്റ് ആയിരിക്കും, അടുത്തത് നോർമൽ ആയിട്ട് ആരായിരിക്കും, സൊല്യൂട്ട് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ബൈനറി സൊല്യൂഷനിൽ in these 2 components one will be the solvent and the other will be the solute. അപ്പോൾ ഈ 2 കോമ്പോണൻസിൽ ഒരെണ്ണം നോർമലായിട്ട് തന്നെ സോൾവെന്റ് ആണ്, അടുത്തത് നോർമലായിട്ട് തന്നെ ആരാണ്, സൊല്യൂട്ട് ആണ്. ഇനി നമുക്ക് എന്താണ് സോൾവെന്റ് എന്താണ് സൊല്യൂട്ട് നോക്കാം. അപ്പോൾ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. സോൾവെന്റ് എന്ന് പറയുന്നത് ഡിസോൾവിങ് മീഡിയമാണ്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡിസോൾവിങ് മീഡിയത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന സബ്സ്റ്റൻസ് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊല്യൂട്ട് എന്ന് പറയുന്നത്. അതായത് എന്താണോ ലയിക്കുന്നത് അത് സൊല്യൂട്ടും എവിടെയാണോ ലയിക്കുന്നത് അതാരാണ്, സോൾവെന്റുമാണ്. ഇനി ഈ 2 കോമ്പോണൻസിനും വേറൊരു ഇതുകൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ സൊല്യൂഷൻ ബൈനറി സൊല്യൂഷനിൽ 2 കോമ്പോണൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒരു കോമ്പോണന്റ് സോൾവെന്റ് ആണ്, അടുത്തത് ഏതാണ്, സൊല്യൂട്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കോമ്പോണൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ദ വൺ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ഏത് കോമ്പോണന്റ് ആണോ ലാർജ് ക്വാണ്ടിറ്റിയിൽ നിൽക്കുന്നത് ദാറ്റ് വിൽ നോർമലി ആക്ട് എസ് എ സോൾവെന്റ്. അത് നോർമൽ ആയിട്ട് തന്നെ ആരായിട്ട് ആക്ട് ചെയ്തിരിക്കും, സോൾവെന്റ് ആയിരിക്കും. ആൻഡ് ദ അതർ വിൽ ബി ദ സൊല്യൂട്ട്. അപ്പം നമ്മുടെ മുമ്പിൽ 2 കോമ്പോണൻസ് ഉണ്ട്. അതിൽ ദ കോമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ഏത് കോമ്പോണന്റ് ആണോ ലാർജ് ക്വാണ്ടിറ്റിയിൽ വരുന്നത് ദാറ്റ് വിൽ ബി ദ സോൾവെന്റ്, അത് സോൾവെന്റ് ആണ്. ആൻഡ് ദ അതർ കോമ്പോണന്റ് വിൽ ബി ദ സൊല്യൂട്ട്, മറ്റേ കോമ്പോണന്റ് എന്താണ്, സൊല്യൂട്ട് ആണ്. ഇനി വേറൊരു പ്രത്യേകത കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സോൾവെന്റ് ഓൾവേസ് ഡിറ്റർമിൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷന്റെ സ്റ്റേറ്റ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്, സോൾവെന്റിനെയാണ്. അപ്പോൾ എപ്പോഴും ഒരു സൊല്യൂഷനിലെ സോൾവെന്റിന്റെയും ആ സൊല്യൂഷന്റെയും സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നോർമലായിട്ട് നമുക്കൊരു ഡൗട്ട് വരാം, അപ്പോൾ ഈ എപ്പോഴും സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്? അല്ല. സൊല്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ഗ്യാസ്, സോളിഡ് ഓർ ലിക്വിഡ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നോർമൽ കൺസെപ്റ്റ് അനുസരിച്ച് അതിന് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് എന്നൊരു ധാരണ ഉണ്ടാവാം. അങ്ങനെയല്ല, സൊല്യൂഷൻ എന്ന് പറയുന്നത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അതേപോലെ തന്നെ ആരാവാം, ഗ്യാസ് ആവാം. അതായത് നമ്മുടെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സോൾവെന്റിന്റെ സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റ് തന്നെയായിരിക്കും ആരുടെ സ്റ്റേറ്റ്, നമ്മുടെ സൊല്യൂഷന്റെ സ്റ്റേറ്റ്. അതാണ് ഇതിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി 2 കോമ്പോണൻസ്. ബൈനറി സൊല്യൂഷൻ ആകെ 2 കോമ്പോണൻസേ ഉള്ളൂ. മാത്രമല്ല ആ 2 കോമ്പോണൻസിൽ ഒരെണ്ണം നോർമലായിട്ട് ആരാണ്, സോൾവെന്റ് ആണ്, അടുത്തത് ആരാണ്, സൊല്യൂട്ട് ആണ്. ഇനി അതും കൂടാതെ ദ സോൾവെന്റ് ഡിറ്റർമിൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻ. സോൾവെന്റ് ആണ് ഒരു സൊല്യൂഷനെ എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, സ്റ്റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് നോർമലായിട്ട് തന്നെ സോൾവെന്റിന്റെയും സൊല്യൂഷന്റെയും സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്താണ്, ദ കോമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. ഏത് കോമ്പോണന്റ് ആണോ ലാർജ് ക്വാണ്ടിറ്റിയിൽ വരുന്നത് ദാറ്റ് വിൽ ബി ദ സോൾവെന്റ്, അതാരാണ്, സോൾവെന്റ് ആണ്. ആൻഡ് അതർ വിൽ ബി ദ സൊല്യൂട്ട്, മറ്റത് ആരായിരിക്കും, സൊല്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്.
ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓരോന്നിനെയും ഓരോ സബ്സ്റ്റൻസുകളെയും നമ്മൾ കോമ്പണൻസ് എന്നുള്ള പേരിൽ പറഞ്ഞു. നമുക്ക് പഠിക്കാനുള്ളത് ബൈനറി സൊല്യൂഷൻ ആണ്. ബൈനറി സൊല്യൂഷൻ കണ്ടെയ്ൻസ് ഓൺലി 2 components. ആ 2 componentsൽ one will be the solvent and the other will be the solute. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്രസിങ് ദ കോൺസെൻട്രേഷൻ ആണ്. അതായത് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്. അതായത് there are different methods to express the concentration. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാസ് പെർസെൻറ്റേജ്. ഫസ്റ്റ് മെത്തേഡ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഇറ്റ് ഈസ് the mass of the solute in gram present in 100 gram of the solution. അതായത് 100 gram സൊല്യൂഷനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിന്റെ ഗ്രാമിലുള്ള മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ ഗ്രാം പ്രസന്റ് ഇൻ 100 gram ഓഫ് ദ സൊല്യൂഷൻ. അതായത് 100 gram സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, ഈ എത്ര എന്നുള്ളതിനൊരു വാല്യൂ കിട്ടില്ലേ, ആ കിട്ടുന്ന വാല്യൂ ആണ് ആ സൊല്യൂഷന്റെ എന്ത്, മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നോക്കാം, ഇൻ 100 gram copper sulfate solution contains 2 grams copper sulfate. അപ്പം നിങ്ങൾ നോക്കിയാൽ 100 grams copper sulfate solution എടുത്തു, അതിൽ എത്ര ഗ്രാം കോപ്പർ സൾഫേറ്റ് ഉണ്ട്, 2 ഗ്രാമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാസ് പെർസെൻറ്റേജ് ഓഫ് this solution will be 2% by mass. 100 gram copper sulfate solution 2 gram copper sulfate ഉണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുവാണ് 100 gram സൊല്യൂഷനിൽ എത്ര ഗ്രാം കോപ്പർ സൾഫേറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്, 2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ മാസ് പെർസെൻറ്റേജിന്റെ വാല്യൂ എത്രയാണ്, 2% ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് നോക്കാം, വേറെ ഒരു ഇത് പറയാണ്, നിങ്ങളോട് ഞാൻ പറയാണ് 3% ഷുഗർ സൊല്യൂഷൻ by mass. 3% ഷുഗർ സൊല്യൂഷൻ ബൈ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, 100 gram ഷുഗർ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 3 grams ഷുഗർ. അതായത് 100 gram ഷുഗർ സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്ര ഗ്രാം ഷുഗറേ ഉള്ളൂ, വെറും 3 ഗ്രാം. ക്ലിയർ അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ ഗ്രാം പ്രസന്റ് ഇൻ 100 gram ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, തുറന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സെക്കൻഡ് മെത്തേഡ് എന്താ നോക്കാം. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വോളിയം പെർസെൻറ്റേജ്. നോക്കാം വോളിയം പെർസെൻറ്റേജ് എന്താ നോക്കാം. വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് it is the volume of the solute. It is the volume of the solute
in ml present in 100 ml of the solution. അതായത് നമ്മൾ വോളിയം മാസ് പെർസെൻറ്റേജ് പറഞ്ഞപ്പോൾ എല്ലാം നമ്മൾ ഗ്രാമിലല്ലേ പറഞ്ഞത്. ഇവിടെ വോളിയം പെർസെൻറ്റേജ് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് യൂണിറ്റ് ആണ്? ml ആണ്. It is the volume of the solute in ml present in 100 ml of the solution. ചുരുക്കം പറഞ്ഞാൽ എന്താണ്? 100 ml സൊല്യൂഷനിൽ എത്ര ml സൊല്യൂട്ട് ഉണ്ട്, ആ എത്ര എന്നുള്ളതിന് കിട്ടുന്ന വാല്യൂ ആണ് ആ സൊല്യൂഷന് എന്ത് വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നോക്കാം 5%. 5% ethanol by volume. എന്ന് പറഞ്ഞാൽ that means that 100 ml ethanol solution contains 5 ml ethanol. അതായത് ഇതിന്റെ മീനിങ് എന്താണ്? That means that $100 ml ethanol solution contains 5 ml ethanol. Clear ആണല്ലോ? വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ it is the volume of the solute in ml present in 100 ml of the solution. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 100 ml സൊല്യൂഷൻ എടുത്തു. ആ 100 ml സൊല്യൂഷനിൽ എത്ര ml സൊല്യൂട്ട് ഉണ്ട്, നോർമലായിട്ട് ആ എത്ര എന്നുള്ളതിന് ഒരു വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് ആ സൊല്യൂഷൻ എന്തായിട്ട് മാറുന്നത്? വോളിയം പെർസെൻറ്റേജ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് mass by തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ ഇതിൽ പെർസെൻറ്റേജ് ആണ്, മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. അപ്പോൾ മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദി മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ gram present in 100 ml of the solution. പെർസെൻറ്റേജ് ആയതുകൊണ്ട് നോർമൽ ആയിട്ട് തന്നെ 100 വരണം അല്ലേ? അപ്പോൾ മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ gram present in 100 ml of the solution. അതായത് 100 ml സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, അതാണ് ആ സൊല്യൂഷനെ എന്ത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൊളാരിറ്റി. അപ്പോൾ നമുക്കറിയാലോ മൊളാരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ക്യാപിറ്റൽ എം. മൊളാരിറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എം വെച്ചിട്ട്. അപ്പൊ എന്താ മൊളാരിറ്റി എന്ന് നോക്കാം. മൊളാരിറ്റി എന്ന് പറയുന്നത് it is the number of moles. It is the number of moles of the solute present in 1 liter, that is 1000 ml of the solution. അതായത് 1000 ml സൊല്യൂഷനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെയാണ്
നമ്മൾ എന്ത് പറയാം, മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൊളാരിറ്റി എന്നിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എങ്ങനെ വരിക, എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് moles of the solute divided by volume of the solution. സൊല്യൂഷൻ്റെ വോളിയം നമ്മൾ എടുത്തിരിക്കുന്നത് ലിറ്ററിലാണ്. ഓക്കെ, ഇനി അല്ല നമ്മൾ സൊല്യൂഷൻ്റെ വോളിയം എടുക്കുന്നത് എം എല്ലിലാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരും നോക്കാം. ദാറ്റ് ഇസ് സെയിം ആസ് നമ്പർ ഓഫ് moles of the solute divided by volume of the solution ml എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 1000 കൊടുക്കണം. ഓക്കെ, അപ്പോൾ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ സൊല്യൂഷൻ്റെ വോളിയം ലിറ്ററിലാവണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ട. അല്ല വോളിയം തന്നിരിക്കുന്ന എം എൽ ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഇവിടെ എന്ത് വരുന്നുണ്ട്, ഒരു ഇൻറ്റു 1000 കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, ഒന്നുകൂടെ സിമ്പിൾ ആക്കിയിട്ട്. അത് എന്താ നോക്കാം. Molarity M is equal to number of moles NB. NB എന്ന് പറഞ്ഞാൽ എന്താണ്? It is the number of moles of the solute divided by volume of the solution. ഓക്കെ, അത് നമ്മൾ ലിറ്ററിൽ എടുത്തു. ഇനി നിങ്ങൾക്കറിയാലോ, നമ്മൾ നമ്പർ ഓഫ് മോൾസ് എൻ ബി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി. എന്താ ഡബ്ല്യു ബി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഇനി എം ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മോളാർ mass of the solute. അപ്പോൾ എൻ ബി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. അപ്പോൾ നമ്മൾ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു നോക്കാം, ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഏത് യൂണിറ്റിലാണ് എടുത്തിരിക്കുന്നത്, ലിറ്ററിലാണ്. ഇനി അത് പറയണ്ടല്ലോ. അപ്പോൾ മൊളാരിറ്റി എന്ന് പറയുന്നത് ഇൻ 1000 ml of the solution how many moles of the solute are present. അതായത് 1 ലിറ്റർ സൊല്യൂഷനിൽ, ദാറ്റ് മീൻസ് 1000 ml സൊല്യൂഷൻ, അതിൽ എത്ര മോൾസ് സൊല്യൂട്ട് ഉണ്ട്. ആ എത്ര മോൾസ് സൊല്യൂട്ട് ഉണ്ട് 1000 ml സൊല്യൂഷനിൽ എന്നുള്ളതിന് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണോ ആ ആൻസർ തന്നെയാണ് ആ സൊല്യൂഷനെ ആരായിട്ട് മാറുന്നത്, മൊളാരിറ്റി ആയിട്ട് മാറുന്നത്. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് മൊളാരിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം വെച്ചിട്ടാണ്. ഓക്കെ, ഇനി കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് വേറെ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഏതാ നോക്കൂ, ഫിഫ്ത്ത് മെത്തേഡ്, ദാറ്റ് ഈസ് മൊളാലിറ്റി. ഫിഫ്ത്ത് മെത്തേഡ് മൊളാലിറ്റി. മൊളാലിറ്റീനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കുക, സ്മോൾ ലെറ്റർ എം വെച്ചിട്ട്. ഈ മൊളാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് present in 1 kilogram, that is 1000 gram
of the solvent. അപ്പോൾ 1000 gram സോൾവെന്റിൽ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ 1000 gram സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ എന്താ പറയാ, മൊളാരിറ്റി എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റി എങ്ങനെ വരും നോക്കാം. മൊളാരിറ്റി M is equal to number of moles of the solute. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണത് എങ്ങനെയാ, NB വെച്ചിട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ്. സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിലാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, അല്ല സോൾവെന്റിന്റെ മാസ് ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കാം. ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നത് മൊളാരിറ്റി M എന്ന് പറയുന്നത് എങ്ങനെ മാറും. മൊളാരിറ്റി M is equal to number of moles of the solute NB divided by mass of the solvent. ആ സോൾവെന്റിന്റെ മാസ് ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് തന്നെ നമ്മൾ ഇവിടെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, 1000 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ സോൾവെന്റിന്റെ മാസ് വെച്ച് ഡിവൈഡ് ചെയ്തു. പക്ഷെ സോൾവെന്റിന്റെ മാസ് ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അല്ല സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത്രയും നീട്ടി എഴുതുന്നതിന് പകരം നമ്മൾ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ട ഇക്വേഷൻ എന്തായിരുന്നു, WB/MB ആണ് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും നോക്കാം. NB എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു WB/MB. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും, മൊളാരിറ്റി M is equal to WB divided by MB into mass of the solvent ഇല്ലേ. സോൾവെന്റിന്റെ മാസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് WA വെച്ചിട്ട്. അപ്പൊ എന്ത് വരും, ഇൻറ്റു WA. ഓക്കെ, ഇനി ഈ WA മാസ് ഓഫ് ദ സോൾവെന്റ് WA എന്നുള്ളത് കിലോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിർത്താം. അല്ല WAയുടെ മാസ്, അതായത് സോൾവെന്റിന്റെ മാസ് എന്ന് പറയുന്നത് ഗ്രാമിലാണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, ഇൻറ്റു 1000. ഓക്കെ, ഇത് സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു സോൾവെന്റിന്റെ മാസ്. ക്ലിയർ അല്ലേ. ഇനി കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉള്ള 6th മെത്തേഡ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. നിങ്ങൾ നോക്കാം, മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ കൈ. മോൾ ഫ്രാക്ഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്, കൈ വെച്ചിട്ടാണ്. ഇതിനെ നമ്മൾ ഇലോങ്ങേറ്റഡ് എക്സ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഈ മോൾ ഫ്രാക്ഷൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കോൺസെൻട്രേഷൻ മെത്തേഡ്സിലെല്ലാം ഒരു സൊല്യൂഷന് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്താൽ ആ സൊല്യൂഷന് ഒരൊറ്റ മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഒറ്റ വോളിയം പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരൊറ്റ മൊളാരിറ്റി ഒക്കെ വരുന്നു. പക്ഷെ മോൾ ഫ്രാക്ഷൻ അങ്ങനെയല്ല. ഈച്ച് കോമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ വിൽ ഹാവ് എ മോൾ ഫ്രാക്ഷൻ. അതായത് ഒരു സൊല്യൂഷനിലുള്ള ഓരോ കോമ്പോണൻറ്റിനും എന്തുണ്ടായിരിക്കും, മോൾ ഫ്രാക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഒരു സൊല്യൂഷന് മൊത്തത്തിൽ ഒരു മോൾ ഫ്രാക്ഷൻ എന്നുള്ളതല്ല. പകരം എങ്ങനെയാണ്, ഈച്ച് കോമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ വിൽ ഹാവ് എ മോൾ ഫ്രാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷന്റെ ഫസ്റ്റ് പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഈച്ച് കോമ്പോണൻറ്റ്
അതായത് ഒരു സൊല്യൂഷനിലുള്ള ഓരോ കോമ്പണന്റിനും എന്തുണ്ടായിരിക്കും, മോൾ ഫ്രാക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് നോക്കാം. അപ്പോൾ ഈ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത് കൈ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സപ്പോസ് ചെയ്യാം നമ്മുടെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന ബൈനറി സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷനിലെ ഒരെണ്ണം സോൾവെന്റ് ആണ്, അടുത്തത് ആരാണ്, സൊല്യൂട്ട് ആണ്. സോൾവെന്റിനെ നമ്മൾ നോർമലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എ വെച്ചിട്ട്, ക്യാപിറ്റൽ എ. സൊല്യൂട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം. നമ്മുടെ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോൾവെന്റ് എയും സൊല്യൂട്ട് ബിയും കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഈ എ എന്ന് പറയുന്ന സോൾവെന്റിന്റെ NA മോൾസ് ഈ സൊല്യൂഷൻ ഉണ്ട്. ഈ എ എന്ന് പറഞ്ഞ സോൾവെന്റിന്റെ NA മോൾസ് സൊല്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ NB മോൾസും എവിടെയുണ്ട്, നമ്മുടെ സൊല്യൂഷൻ ഉണ്ട്. അതായത് NA മോൾസ് എയും NB മോൾസ് ബിയും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ആരെ കിട്ടിയിരിക്കുന്നത്, സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. സൊല്യൂഷനിലെ സോൾവെന്റ് എ, സൊല്യൂട്ട് ആരാണ്, ബി. അതിൽ എ എന്ന് പറയുന്ന സോൾവെന്റിന്റെ NA മോൾസും ബി എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ NB മോൾസും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആരെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സൊല്യൂഷനിലുള്ള ഓരോ കമ്പോണന്റിനും മോൾ ഫ്രാക്ഷൻ ഉണ്ടെന്ന് പറയാം. അപ്പൊ നോർമലായിട്ട് എ കമ്പോണന്റിനും മോൾ ഫ്രാക്ഷൻ ഉണ്ടാവണം, ബി കമ്പോണന്റിനും എന്തുണ്ടാവണം, മോൾ ഫ്രാക്ഷൻ ഉണ്ടാവണം. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയാം, കൈ എ വെച്ചിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ആ കൈ എ എന്ന് പറയുന്നത് that will be equal to number of moles of A divided by the total number of moles. അപ്പോൾ എ എന്ന് പറയുന്ന കോമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കൈയെ വെച്ചിട്ടാണ്. അപ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എയുടെ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വെച്ച് ഡിവൈഡ് ചെയ്തു. സിമിലർലി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കൈ ബി വെച്ചിട്ടാണ്. That will be equal to number of moles of B divided by the total number of moles. ക്ലിയർ അല്ലേ? അപ്പോൾ ഏത് കോമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ കോമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അതാണ് അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം നിങ്ങൾ നോക്കാം, ഈ രണ്ട് മോൾ ഫ്രാക്ഷൻസിന്റെയും സം എടുത്താൽ നിങ്ങൾ നോക്കാം കൈയുടെയും കൈബയുടെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ. അപ്പൊ നമ്മൾ കൈ എ പ്ലസ് കൈ ബി എടുത്താൽ നമുക്ക് സം എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന മറ്റൊരു കൺക്ലൂഷൻ എന്താ നോക്കാം. അടുത്തൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദ സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻസ് will be equal to 1. മോൾ ഫ്രാക്ഷൻസിന്റെ സം എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാം ഇപ്പൊ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ ടോട്ടല് 6 മെത്തേഡ്സ് പഠിച്ചു അല്ലെ. ഈ 6 മെത്തേഡ്സ് ഉള്ളതിൽ ഒരു മെത്തേഡിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. അതായത് മെത്തേഡ് എന്നാണെന്ന് അറിയോ, നമ്മുടെ മൊളാലിറ്റി. ആ മൊളാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മൊളാലിറ്റി ഈസ് a temperature independent method for expressing the concentration. അപ്പോൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ്സിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ, അതാരാണ്, മൊളാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. എന്താണ്, പോയിന്റ് നോട്ട് ചെയ്യണം.
molality is a temperature അപ്പോൾ മൊളാലിറ്റി എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ്സിൽ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അങ്ങനെ ഏറ്റവും കോമൺ ആയിട്ട് ഈ 6 മെത്തേഡ്സ് ആണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി അതല്ലാതെ ഒരു അത്ര യൂസ്ഫുൾ അല്ലെങ്കിലും, അതായത് അത്ര യൂസ്ഫുൾ നമുക്കല്ലെങ്കിലും ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഇറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ മെത്തേഡ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള 7th മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ മെത്തേഡ്. Number of parts of the solute present in million parts of the solution. അപ്പോൾ million part solutionൽ എത്ര പാർട്ട് സൊല്യൂട്ട് ഉണ്ട് അതാണ് ഈ പാർട്സ് പെർ മില്യൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂട്ട് present in million parts of the solution. Okay, ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് this method is used to express the concentration only if the solute amount is very very low. അതായത് അത്രയും ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ, അതായത് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത്തരം കേസുകളിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എന്തിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ആസ് PPM. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക, PPM വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് 7 മെത്തേഡ്സ്. അതിൽ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇഫ് ദ amount of the solute in the solution is very very low, then this method is used to express the concentration. Otherwise we use the other 6 methods. Okay, അപ്പോൾ ക്ലാസ് നിങ്ങൾ കേൾക്കുക, ഈ ഇത് വെച്ചിട്ട് നിങ്ങൾ നോട്ട് എഴുതുക. ഞാൻ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കൂടിയാണ്. ക്ലിയർ അല്ലേ? Okay.